ഹായ് നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് വരാൻ പോകുന്ന LGS ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, 2ഉം 3ഉം കട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ 10th പ്രിലിംസ് ചെയ്യുന്ന ആളുകളൊക്കെ ഇല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 2024 PSC ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് നോക്കിയാലോ, നമുക്ക് ഉപകാരമാകും കേട്ടോ. എന്തായാലും ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഏതായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ചോദിച്ചാൽ ഏതാ? റൗലറ്റ് ആക്ട് ആണ്. ഓപ്ഷൻ ബി ആണ്, റൗലറ്റ് ആക്ട് ആണ്. രണ്ടാമത്തെ ചോദ്യം: പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അതിന്റെ അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കായിരുന്നു? ആരായിരുന്നു? ഓപ്ഷൻ എ ആണല്ലേ, ഗാന്ധിജി പറഞ്ഞ വാക്കായിരുന്നു. എന്താ? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അതിന്റെ അടിത്തറ ഇളക്കി എന്നത്. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഏതാ? ഓപ്ഷൻ ഡി ആണ്, ലാഹോർ സമ്മേളനമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ഏതാ? ലാഹോർ ആണ്. നാലാമത്തെ ചോദ്യം: ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, കഴ്സൺ പ്രഭു അല്ലെ. ഓപ്ഷൻ ഡി, കഴ്സൺ പ്രഭു ആണ്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചാൽ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, സരോജിനി നായിഡു ആണ്. ആറാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി ആണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെ. 19 1A ആണ് ഏത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏഴാമത്തെ ചോദ്യം: സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ്, 44ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? മൗലിക അവകാശങ്ങളുടെ ഭാഗത്ത് നിന്ന് സ്വത്തവകാശത്തെ എടുത്ത് കളയുന്നത്. നിലവിൽ 12ാം ഭാഗത്താണ്. ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ 300A. എട്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, അമേരിക്ക അല്ലെ. അമേരിക്കയിൽ നിന്നാണ് ഏത് കടം കൊണ്ടത്? മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത്. ഒൻപതാമത്തെ ചോദ്യം: മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകാനായിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് അല്ലെ, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. പത്താമത്തെ ചോദ്യം: ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാ? വിളിച്ചു ചേർക്കുന്നത് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, രാഷ്ട്രപതിയാണ്. എന്നാൽ അതിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആരായിരിക്കും? അത് ലോക്സഭ സ്പീക്കർ ആയിരിക്കും കേട്ടോ. അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് സ്പീക്കർ ആയിരിക്കും. 11ാമത്തെ ചോദ്യം: 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാ? ഓപ്ഷൻ എ ആണ് അല്ലെ, തൃശ്ശൂരിൽ വെച്ചായിരുന്നു എന്ത് നടന്നത്? 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത്. 12ാമത്തെ ചോദ്യം: സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികൾ അല്ലെ. ഓപ്ഷൻ ഡി ആണ്, വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചതാണ് ഏത്? സമത്വ സമാജം. 13ാമത്തെ ചോദ്യം: ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപവും, സംഘടിതമാണെങ്കിൽ ഏതാ? ആറ്റിങ്ങൽ കലാപവുമാണ്. 14ാമത്തെ ചോദ്യം: 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, EMS നമ്പൂതിരിപ്പാട്. 15ാമത്തെ ചോദ്യം: 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാ? ഗൗരവമുള്ള കാര്യമാണ് വിദ്യാഭ്യാസം. അത് ഗൗരി പാർവതിബായി ആണ് അല്ലെ. ഗൗരി പാർവതി. പ്രൈമറിയുടെ പായ എടുക്കണം, പാർവതിയാവും അല്ലെ. ഇനി 16ാമത്തെ ചോദ്യം: G20യുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. തെറ്റാണ് വേണ്ടത്, തെറ്റ് മതി കേട്ടോ. G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. ശരിയാണ്. G20ക്ക് എന്തില്ല? സ്ഥിരമായിട്ട് ആസ്ഥാനമില്ല. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1999 എന്ത് ചെയ്യുന്നത്? G20 സ്ഥാപിതമാകുന്നത്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ഇതിൽ തന്നിരിക്കുന്നത് ഏതാ? 98 G20 രൂപീകൃതമായതാണ്. അപ്പോൾ അത് തെറ്റാണ്. 99 ഏത് ചെയ്യുന്നത്? G20 രൂപീകൃതമാകുന്നത്. 17ാമത്തെ ചോദ്യം: ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ
കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് കണ്ണൂർ ജില്ലയാണ് അല്ലെ. ഏറ്റവും കുറവാണെങ്കിലോ കൊല്ലം ജില്ലക്കുമാണ്. 18ാമത്തെ ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഉൾപ്പെടാത്തത് ആരായിരിക്കും? ഓപ്ഷൻ ബി ആണല്ലേ. പോറ്റി ശ്രീരാമുലു എന്തില്ലായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്നില്ല. അപ്പോൾ അംഗങ്ങൾ ഓർത്തു വെക്കണം: ഫസൽ അലി, കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രു കേട്ടോ. ഫസൽ അലി, കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രു. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? 1. ചേരിചേരാ നയം, ഇന്ത്യയും വിദേശ നയവുമായി ബന്ധപ്പെട്ടതാണ്. സമാധാനപരമായ സഹവർത്തിത്വം ശരിയാണ്. ഐക്യരാഷ്ട്രസഭയിലെ വിശ്വാസം ശരിയാണ്. സ്വാശ്രയത്വം എന്തല്ല ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ തത്വങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. അപ്പൊ ശരിയായത് ഏതൊക്കെയാ? 1, 2, 3 ശരിയായിട്ടുള്ളത്. 20ാമത്തെ ചോദ്യം, 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായിട്ടുള്ള അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏതാ? ഓപ്ഷൻ എ ആണ്. ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ് അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. 21, ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? പ്ലാനിംഗ്, ആസൂത്രണം എവിടുന്നാണ് കടമെടുത്തത്? ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് അല്ലെ. പഴയ സോവിയറ്റ് യൂണിയൻ, അതായത് ഇന്നത്തെ റഷ്യയിൽ നിന്നാണ്. 22, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ആണ്. APJ അബ്ദുൽ കലാം. 23, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിത മലയാളി കൂടിയായിട്ടുള്ള ജിലുമോൾ മാരിയറ്റ് തോമസ് അല്ലെ. ജിലുമോൾ മാരിയറ്റ് തോമസ്. 24ാമത്തെ ചോദ്യം, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് ടീമിനെയായിരുന്നു? 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജേതാക്കളായത് ഇന്ത്യ ആയിരുന്നു. ആരെയായിരുന്നു തോൽപ്പിച്ചത്? അതാണ് ചോദ്യം. ആരെയായിരുന്നു? ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ എഴുതിയത് ഏഷ്യ കപ്പ് കിരീടം നേടിയത്. 25, വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. 26, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്. സജി ചെറിയാൻ അല്ലെ. സജി ചെറിയാനാണ്. 27, കർണാടകയും തമിഴ്നാടുമായി ചേർന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര് എന്താണ്? കർണാടകയും തമിഴ്നാടുമായിട്ട് ചേർന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര് എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്. മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. 28, 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. ചൈനയിൽ വെച്ചായിരുന്നു. 29, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? പെരിയാർ നദി അല്ലെ. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ചോദിച്ചാൽ ഏത് എഴുതണം? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ഉത്തര മഹാസമതലമാണ്. 31ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് അല്ലെ. ശാസ്താംകോട്ട. 32, കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാ? 9 ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്. 5 ജില്ലകൾക്ക് കടൽ തീരമില്ല. 33, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലെ. ഡെക്കാൻ പീഠഭൂമി. 34, പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രസിദ്ധമായിട്ടുള്ള ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാ? ഓപ്ഷൻ ഡി ആണ് അല്ലെ. പമ്പ നദിയിലാണ് ഏത്? ശബരിഗിരി. 35, ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത് തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് അല്ലെ. ഇന്ദിര പോയിന്റ് അല്ലെ. ഇന്ദിര പോയിന്റ്. 36, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ? ആലപ്പുഴ. ഏറ്റവും വലുതാണെങ്കിൽ ഏതാ? ഇടുക്കി ജില്ല. 37, നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ. പുന്നാര നെഹ്റു എന്ന് പറയാറുണ്ട് അല്ലെ. പുന്നമട കായൽ. 38ാമത്തെ ചോദ്യം, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാ? ഓപ്ഷൻ ബി ആണ്. 941 ഗ്രാമപഞ്ചായത്തുകൾ. 39, കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ആരാണ്? ഇതിൽ ആൻസർ ഇല്ല അല്ലെ. നിലവിൽ ആരാന്ന് ചോദിച്ചാൽ നിതിൻ മധുകർ ജാംദർ കേട്ടോ. നിതിൻ എം ജാംദർ എന്നോ അല്ലെങ്കിൽ നിതിൻ മധുകർ ജാംദർ എന്നോ ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യം,
40ാമത്തെ ചോദ്യം അല്ലെ, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാ? സൈലന്റ് വാലി. 41, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താ? മേഘാലയയിലാണ്. 42, കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ഏത് വർഷമാണ്? ഓപ്ഷൻ സി 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാ? ഓപ്ഷൻ ബി ആണ്, ജഗദീപ് ധൻഖർ ആണ്. 44, ചാന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ചാന്ദ്രയാൻ 3 വഴി വിക്ഷേപിക്കാത്തത് ഏതാണ്? ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് അല്ലെ, ഓർബിറ്റർ അല്ലെ, ഓർബിറ്റർ. അപ്പൊ ലാൻഡറും റോവറും പ്രൊപ്പൽഷൻ മൊഡ്യൂളൊക്കെ എന്തായിരുന്നു? ചാന്ദ്രയാനിൽ ഉള്ളതായിരുന്നു അല്ലെ, ചാന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 45, താഴെ തന്നിരിക്കുന്നതിൽ അമൃത ഷേർഗിലിന്റെ ചിത്രം ഏതാണ്? തന്നിരിക്കുന്നതിൽ അമൃത ഷേർഗിലിന്റെ ചിത്രം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഗ്രാമീണ ജീവിതം വരച്ചതാരാ? അമൃത ഷേർഗിലാണ്. 46, ചരക്ക് സേവന നികുതി അതായത് GST നിലവിൽ വന്ന വർഷം ഏതാണ്? ഏതാ? 2017 ജൂലൈ 1 അല്ലെ, ഓപ്ഷൻ ബി ആണ്. 2017 ജൂലൈ 1 ഏത് നിലവിൽ വരുന്നത്? GST നിലവിൽ വന്നത്. ഇനി 47ാമത്തെ ചോദ്യം, ഗോദാൻ എന്ന കൃതി രചിച്ചതാരാണ്? ഗോദാൻ എന്ന കൃതി രചിച്ചതാരാ? ഓപ്ഷൻ സി ആണ്, പ്രേംചന്ദ് ആണ്. 48ാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞവളയം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞവളയം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, ഏഷ്യ വൻകര. 49ാമത്തെ ചോദ്യം, 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, അല്ലു അർജുൻ അല്ലെ, ഓപ്ഷൻ ഡി അല്ലു അർജുൻ. 50ാമത്തെ ചോദ്യം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ്, കാലം സാക്ഷി അല്ലെ, കാലം സാക്ഷി. ഇനി 51ാമത്തെ ചോദ്യം, 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിലെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? 2023 നടന്ന 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? നമ്മുടെ ഇന്ത്യയായിരുന്നു. ഇന്ത്യയിൽ മുംബൈയിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നത്. 52, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയായിരുന്നു? ഓപ്ഷൻ എ ആണ്, ഹൈദരാബാദ് അല്ലെ, ഹൈദരാബാദിലെ, തെലങ്കാനയിലെ ഹൈദരാബാദ്. 53, തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. ശരിയായ ജോഡികൾ. ഒന്നാമത്തെ എന്താ? ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരക്കാൻ സഹായിക്കുന്നു. തെറ്റാണ് അല്ലേ. ഉളിപ്പല്ല് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഉളിപ്പല്ല് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ എന്താ? കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്നു. കോമ്പല്ല് കീറാൻ സഹായിക്കുന്നു. കോമ്പല്ല് കീറാൻ സഹായിക്കുന്നു. ശരിയാണ്. മൂന്നാമത്തത് ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. തെറ്റാണ്. നാലാമത്തത് അഗ്രചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. അതും എന്താണ്? തെറ്റാണ്. ചർവണകവും അഗ്രചർവണകവും എന്തിനാ ഉപയോഗിക്കുന്നത്? ആഹാര വസ്തുക്കൾ ചവച്ചരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പല്ലുകളാണ് ഇത്, ചർവണകവും അഗ്രചർവണകവും. കോമ്പൽ എന്തിനു വേണ്ടിയിട്ട് തന്നെയാ? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ്. ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ച് മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ ശരി ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി അല്ലേ, 2 മാത്രമേ ശരിയുള്ളൂ. 54 ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ സി ആണ്, പയർ അല്ലെ. ലോല മാലികയ്ക്ക് എന്താണ്? പയറാണ്. 55 അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തതാ രോഗത്തിന്റെ ലക്ഷണമാണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു എന്നത് ഏത് അപര്യാപ്തതാ രോഗത്തിന്റെ ലക്ഷണമാണ്? ഓപ്ഷൻ സി ആണ്, കണ അല്ലെ. കണയുടെ ലക്ഷണമാണ് ഏത്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത്. 56 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്ന് കണ്ടെത്തുക. കൽക്കരി ഒരു പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്. രണ്ടാമത്തെ തിരമാല പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്. സൂര്യൻ ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. അപ്പൊ ഇതിൽ ഈ 3 പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കണം അല്ലെ. ഒന്നാമത്തെ എന്താ? കൽക്കരി ഒരു പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്. തെറ്റാണ്. ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് ഇത് കൽക്കരി എന്ന് പറയുന്നത്. തിരമാല എന്ത് തന്നെയാണ്? പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്. സൂര്യനും എന്താണ്? പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്. തന്നിരിക്കുന്നത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് അല്ലെ. അപ്പോൾ ഏത് മാത്രമേ ശരിയുള്ളൂ? ഓപ്ഷൻ ബി ആണ്, 2 മാത്രമേ ശരിയായിട്ടുള്ളൂ. 57ാമത്തെ ചോദ്യം, വനംവകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം ഏത് ജില്ലയിലാണ്?
മുതിയം കടൽ തീരം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആണ്, മലപ്പുറം ജില്ലയിലാണ്. 58 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം, അതായത് ധാന്യ വർഷമായിട്ട് UN ആചരിക്കുന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ സി ആണല്ലേ, 2023 എന്തായിരുന്നു? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ്. 59 സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി ഏതായിരുന്നു? ഓപ്ഷൻ എ ആണല്ലേ, ആർദ്രം മിഷൻ അല്ലെ, ഓപ്ഷൻ എ ആർദ്രം മിഷൻ. 60ാമത്തെ ചോദ്യം, മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം തന്നിരിക്കുന്നതിൽ ഏതാന്ന് കണ്ടെത്തുക. മിക്സിയുടെ പ്രവർത്തനം ഏതാ? ഓപ്ഷൻ എ ആണല്ലേ, വൈദ്യുതോർജ്ജം എന്തായിട്ടാണ് മാറുന്നത്? യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഇത് PSCയുടെ ആൻസർ കീയാണ് ഞാൻ പറയുന്നത്. കാരണം ചില ആളുകൾ ഏത് പറയാൻ സാധ്യതയുണ്ട്? ഓപ്ഷൻ സി പറയാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? നമ്മൾ മിക്സി ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് യാന്ത്രികോർജ്ജവും കിട്ടുന്നുണ്ട്, ശബ്ദം ഉണ്ടാകാറുണ്ടല്ലോ, അപ്പോൾ ശബ്ദോർജ്ജവും കിട്ടുന്നുണ്ട്. പക്ഷെ PSC ആൻസർ കൊടുത്തേക്കുന്നത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു എന്ന് മാത്രമേ മിക്സിയുടെ പ്രവർത്തനത്തിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 61ാം ചോദ്യം, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, കോൺവെക്സ് ലെൻസ് ആണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായവയിൽ ഉപയോഗിക്കുന്ന ഏതാ? കോൺവെക്സ് ലെൻസ്. 62ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് കേട്ടോ. ഒന്ന്, ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം ദോലനമാണ്. ഊഞ്ഞാലിന്റെ ചലനം പെൻഡുലമാണ്. മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനവും ജയന്റ് വീലിന്റെ ചലനം എന്തല്ല? ദോലന ചലനത്തിന് ഉദാഹരണമല്ല അല്ലെ. ഓപ്ഷൻ ഡി എന്താണ്? തെറ്റാണ്. 63, കൂട്ടത്തിൽ പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? ഓപ്ഷൻ ബി ആണ്, ടൈറ്റാനിയം ആണ് അല്ലെ, ടൈറ്റാനിയം. ബാക്കിയൊക്കെ എന്താണ്? ക്യൂറിയം ആണെങ്കിലും റൂദർഫോർഡിയം ആണെങ്കിലും മെന്റലേവിയം ആണെങ്കിലും എന്താ? ഓരോ ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ നാമകരണം ചെയ്ത മൂലകങ്ങളാണ് അല്ലെ. ടൈറ്റാനിയം എന്തല്ല? ഒരാളുടെ പേരിലല്ല. 62, ഐസ് ചൂടാകുമ്പോൾ ജലമായിട്ട് മാറുന്ന പ്രക്രിയക്ക് അനുയോജ്യമായത് ഏതാണെന്ന് കണ്ടെത്തുക. ഒന്ന്, കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, കണികകളുടെ ചലനം കുറയുന്നു. ഇതിൽ ഐസ് ചൂടാക്കുന്ന സമയത്ത് ജലമായിട്ട് മാറും അല്ലെ. ഐസ് ചൂടാക്കി എന്താവും? ജലമായിട്ട് മാറും. ആ പ്രക്രിയക്ക് അനുയോജ്യമായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഒന്നെന്താ? കണികകളുടെ ഊർജം കൂടും അല്ലെ. ആദ്യം കട്ടയായിട്ട് നിൽക്കുമ്പോൾ അത് ഉരുകുന്ന സമയത്ത് എന്ത് ചെയ്യും? കണികകളുടെ ഊർജം കൂടുന്നുണ്ട്. 2, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. കണികകൾ തമ്മിലുള്ള അകലം കൂടും അല്ലേ. ആദ്യം കട്ട പിടിച്ചിരിക്കുന്നതും അലിഞ്ഞു പോകുമ്പോൾ എന്താണ്? അകലം കൂടുകയല്ലേ ചെയ്യുന്നത്. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. അപ്പോൾ 2, 3 എന്താണ്? സെയിം, ഒരേ ഇതാണ്. കണികകളുടെ ചലനം കുറയുന്നു. തെറ്റാണ് അല്ലേ. കണികകളുടെ ചലനം എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്, 1, 2, 3. 65ാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ആയിട്ടുള്ള JT60SA ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാ? ജപ്പാനാണ്. ഓപ്ഷൻ ബി ആണ്, ജപ്പാനാണ്. 66ാമത്തെ ചോദ്യം, ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായിട്ടുള്ള ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആട്ടോ. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കേട്ടോ. 67ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്ഷയം, ചിക്കൻ ബോക്സ്, എലിപ്പനി, ഡിഫ്തീരിയ. ഏതാ ഇതിൽ ഒറ്റപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ്, ചിക്കൻ ബോക്സ് വൈറസ് രോഗമാണ്. ബാക്കിയൊക്കെ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. 68, നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാ? നിപ്പ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, വവ്വാലാണ്. 69ാമത്തെ ചോദ്യം, ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഡയബറ്റിസ് മെലിറ്റസ് ആണ്. 70ാമത്തെ ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാ? ഓപ്ഷൻ സി ഇരുമ്പാണ്. 71ാമത്തെ ചോദ്യം, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് സ്ഫിഗ്മോ മാനോമീറ്റർ ആണ്. 72, രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാലുണ്ടാകുന്ന സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗാവസ്ഥ ഏതാന്ന് കണ്ടെത്തുക. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, പ്രമേഹമാണ്. 73, അപ്പോൾ ബാക്കിയൊക്കെ എന്താണ്? രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളാണ് ഏതൊക്കെ? അതിറോസ്ക്ലീറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതമൊക്കെ ഓർത്തു നോക്കുക. 73, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ലിംഫോസൈറ്റിനെ.
74 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ ആണ് വിഫ്സ് ആണ് അല്ലെ. 75ാമത്തെ ചോദ്യം, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ബാലമിത്ര. 76ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ എയ്ഡ്സ് രോഗം പകരാത്ത രീതി ഏതാണ്? താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരാത്തത്? ഏതാ? ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓപ്ഷൻ സി ആട്ടോ, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എന്നുള്ളതാണ്. 77ാമത്തെ ചോദ്യം, സിയാച്ചിനിൽ ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ഓപ്ഷൻ എ ആണ് ക്യാപ്റ്റൻ ഗീതിക കൗള്. 78ാമത്തെ ചോദ്യം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കൊൽക്കത്തയാണ്. 79ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന് കീഴിൽ ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയായിരുന്നു? ഓപ്ഷൻ ഡി ആണ് തുടങ്ങനാട് അല്ലെ, തൊടുപുഴ തുടങ്ങനാട്. 80ാമത്തെ ചോദ്യം, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി ആണ് 28%. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഒന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. 1. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാ? A.O. ഹ്യൂം ആണ്. തെറ്റാണ്. അപ്പൊ ഇത് തെറ്റല്ലേ. 4. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാ? ദാദാഭായ് നവറോജിയാണ്. അപ്പം ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധമുള്ള പ്രസ്താവനകൾ പഠിച്ചു വെക്കുക. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇത് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാന്ന് ചോദിച്ചാൽ ആരാ? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാ? A.O. ഹ്യൂം ആണ് അല്ലെ. അപ്പൊ തെറ്റല്ലേ ചോദിച്ചത്? ഓപ്ഷൻ സി 3 മാത്രം. 2ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലകൻ. 3ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാ? 1. കർഷകരുടെ ദുരിതങ്ങൾ ശരിയാണ്. കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം ശരിയാണ്. രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. ഇതൊക്കെ എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. പഠിച്ചു വെച്ച കർഷകരുടെ ദുരിതങ്ങൾ, അതുപോലെ കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. 4ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയായിരുന്നു? അരുണ ആസിഫ് അലി അല്ലെ. ഓപ്ഷൻ ബി ആണ് അരുണ ആസിഫ് അലി അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത് ആരാന്ന് ചോദിക്കാം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ ആസിഫ് അലിയെ വിശേഷിപ്പിച്ചത് ആരാന്നും ചോദിക്കാം. അപ്പോൾ ഗാന്ധിജിയാണ്. ഗാന്ധിജി എന്താ വിശേഷിപ്പിച്ചത്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചു. ആരെ? അരുണ ആസിഫ് അലിയെ. ഇനി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ഓപ്ഷൻ സി ആണ് സൂര്യസെൻ കേട്ടോ, സൂര്യസെൻ. 6ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക അല്ലെ. പാപ്പിള കലാപം എന്നറിയപ്പെട്ടു, ശരിയാണ്. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ചു അല്ലെ. ഇന്നും നിലവിലുണ്ടേത് MSP അല്ലെ, മലബാർ സ്പെഷ്യൽ പോലീസ്. ഇനി 3ാമത്തെ എന്താ? കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു, ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം അല്ലെ, അതും എന്താണ്? ശരിയാണ്. അപ്പൊ 4 പ്രസ്താവനകളും മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയാണ്. പഠിച്ചു വെക്കണം ഇതെല്ലാം. 7ാമത്തെ ചോദ്യം, കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കുണ്ടറ വിളംബരം ഏതാ വർഷം? 1809. നിവർത്തന പ്രക്ഷോഭം 1932. മലയാളി മെമ്മോറിയൽ 1891. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഇതെന്ത് ചെയ്യണം? കാലഗണന അനുസരിച്ച് എഴുതാൻ വേണ്ടി അല്ലേ. അപ്പൊ ആദ്യം വേണ്ടത് ഏതാ? കുണ്ടറ വിളംബരം അല്ലെ. ആദ്യം 1 വരുന്നത് 3 ഇതിൽ 3 നമ്മൾ, പക്ഷെ 1 ആദ്യം ഇല്ല, ഇപ്പൊ വെട്ടി നമ്മൾ. 2ാമത് ഏതാ വരേണ്ടത്? 1891, അതായത് മലയാളി മെമ്മോറിയൽ വരണം. അപ്പോൾ മലയാളി മെമ്മോറിയൽ എത്രയാ? 3 അല്ലേ. അപ്പോൾ 1 കഴിഞ്ഞാൽ 3 വരുന്നത് ഏതേ ഉള്ളൂ?
ഓപ്ഷൻ സിയിൽ മാത്രമേ ഉള്ളൂ. 1, 3, 4 1 ആൻസർ കിട്ടിയില്ലേ നമുക്ക്. ഇനി 8ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നവോത്ഥാന നായകർ തന്നിട്ടുണ്ട്. അവർ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലേ. അയ്യങ്കാളി സ്ഥാപിച്ചതാണ് ഏത്? സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ ഏതാ? PRDS ആണ്. വാഗ്ബടാനന്ദൻ ഏതാ? ആത്മവിദ്യാ സംഘം. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. പഠിച്ചു നോക്കുക. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ PRDS, വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം, വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. 9ാമത്തെ ചോദ്യം തന്നിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? തന്നിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാന്ന് കണ്ടെത്തുക. ഏതാ? എല്ലാവർക്കും അറിയുന്നതായിരിക്കും. വേദാധികാര നിരൂപണമാണ് അല്ലേ. ബാക്കിയൊക്കെ ആരതാ നിങ്ങൾ നോക്കിയ ദർശനമാല, ആത്മോപനിഷത്തും ദൈവദശകാരത ശ്രീനാരായണ ഗുരുവിന്റെ അല്ലേ. 10ാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് 1. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം ശരിയാണ്. TK മാധവൻ നേതൃത്വം നൽകി. AK ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നോടെ അല്ലല്ലേ. AK ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് ഏതാ? നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് അല്ലെ. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇതിൽ നമ്മളോട് എന്താ ശരിയായതല്ലേ പറഞ്ഞത്? 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി. 11ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. 12ാമത്തെ ചോദ്യം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് 86ാമത്തെ ഭേദഗതി 2002. 13ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഭാഗം 4A. 14 ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ എ ആണ് സ്വത്തവകാശമാണ്. 15ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്താണ്? അലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണെന്ന് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ എ ആണ് അല്ലെ. ബ്രിട്ടനിൽ എന്തല്ല? എഴുതപ്പെട്ടതല്ല, അലിഖിതമാണ്. എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യ, ബ്രസീൽ, ഓസ്ട്രേലിയ ഒക്കെ അല്ലെ. 16ാമത്തെ ചോദ്യം ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആരാ നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? ഇതിൽ ആൻസർ ഇല്ല. ആരാ? 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് നിലവിലുള്ളത്. ആരാ? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കേട്ടോ. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് നിലവിൽ. ഇതിൽ ആൻസർ ഉണ്ടല്ലേ. ഓപ്ഷൻ ബി ആണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് നിലവിൽ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേട്ടോ. ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, പക്ഷെ ഇതിൽ ആൻസർ ഉണ്ട്. അതായത് നവംബർ 11 മുതലാണ് ആര് ചീഫ് ജസ്റ്റിസ് ആവുന്നത്? സഞ്ജീവ് ഖന്ന 51ാമത് കേട്ടോ. 17ാമത്തെ നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാ? ഓം ബിർള അല്ലെ. ഓപ്ഷൻ ബി ആണ്. ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. 18ാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. ഏതൊക്കെയാ ശരിയായത്? ഒന്നാമത്തെ എന്താ? സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് സംയോജിപ്പിക്കാനുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്നു, മലയാളിയായിരുന്നു. ആര്? VP മേനോൻ. ശരിയാണ്. 2 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമാരായിരുന്നു? സർദാർ KM പണിക്കരായിരുന്നു അല്ലേ. ആരല്ല? VP മേനോനല്ല. അപ്പൊ ഇത് തെറ്റാണ്. മൂന്നാമത്തെ എന്താ? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ. ശരിയാണ്. 52 ആസാമിൽ ഗവർണറായി ചുമതലയേറ്റു. തെറ്റാണ്. ഒഡീഷയിലാണ് എന്ത് ചെയ്യുന്നത്? ഗവർണറായിട്ട് ചുമതലയേൽക്കുന്നത്. നമ്മളോട് പറഞ്ഞത് ശരിയായതല്ലേ. അപ്പം എയും സിയുമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. എയും സിയുമാണ് ശരിയായിട്ടുള്ളത് അല്ലേ. ഇനി 19ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ 1961 പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഗോവയാണ് അല്ലെ. ഗോവ, ദാമൻ ദിയൊക്കെ ആരുടെ കീഴിലായിരുന്നു? പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്നു. 20ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്. വിക്രം സാരാഭായ്. 21ാമത്തെ ചോദ്യം ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ഓപ്ഷൻ സി ആണ്. ബൊക്കാറോ റഷ്യയാണ്.
22 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ലക്ഷ്യമായിരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, സുസ്ഥിര വികസനമാണ്. ഓപ്ഷൻ ഡി സുസ്ഥിര വികസനമാണ്. 23ാമത്തെ താഴെ പറയുന്നതിൽ കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ, ഓർത്തു വെക്കണേ, ഇത് സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏതാന്ന് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ ഡി ആണ്. അതായത് ഉടമസ്ഥ അവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടക്കൽ, ഇതൊക്കെ എന്താണ്? സഞ്ജയ വഴി കിട്ടുന്ന സേവനങ്ങളാണ്. 24ാമത്തെ ചോദ്യം, റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ്? നമുക്കറിയാലോ, വഴികളിലൊക്കെ ഉണ്ടല്ലോ അല്ലെ AI ക്യാമറ. അത് ഏത് പദ്ധതിയുടെ കീഴിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, സേഫ് കേരള കേട്ടോ. സേഫ് കേരള എന്ന പദ്ധതിയുടെ കീഴിൽ സ്ഥാപിച്ചതാണ് ഇത് AI ക്യാമറകൾ. 25ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ എന്നറിയപ്പെടുന്നത് അല്ലേ? തന്നിരിക്കുന്നതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാ? 1 കാവേരി, കൃഷ്ണ. പടിഞ്ഞാറോട്ടല്ല, ഉപദ്വീപീയ നദികളൊക്കെ തന്നെയാ, പക്ഷെ എന്തല്ല, പടിഞ്ഞാറോട്ടല്ല. നർമ്മദ, താപ്തി പടിഞ്ഞാറോട്ടാണ്, ശരിയാണ്. ഗോദാവരി, മഹാനദി തെറ്റാണ്. മഹാനദി, കൃഷ്ണയും തെറ്റാണ്. അതൊക്കെ പടിഞ്ഞാറോട്ടൊഴുകുന്ന, കിഴക്കോട്ടൊഴുകുന്ന നദികൾ അല്ലേ. പടിഞ്ഞാറോട്ട് ഏതേ ഉള്ളൂ? നർമ്മദയും താപ്തിയേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. 26 ചാന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. എന്നാൽ ചാന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ഓപ്ഷൻ എ ആണ്, ഡോക്ടർ പി വീരമുത്തുവേലാണ്. 27ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. അതായത് കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? തന്നിരിക്കുന്നതിൽ കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? ഓപ്ഷൻ സി ആണ്, നീർവാർച്ചയുള്ള മണ്ണ് കേട്ടോ. നീർവാർച്ചയുള്ള മണ്ണ്. 28 അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ? ആന്ധ്രാപ്രദേശ് അല്ലേ. ആന്ധ്രാപ്രദേശ് കിഴക്ക് ഭാഗത്തല്ലേ ഇന്ത്യയുടെ. നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഏതുള്ളത്? അറബിക്കടൽ. അപ്പോൾ ഉൾപ്പെടാത്തത് ആന്ധ്രാപ്രദേശ്. ഇനി 29ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലേ. 8 ഡിഗ്രി 4 വടക്ക്, 37 ഡിഗ്രി 6 വടക്കാണ്. 30ാമത്തെ ചോദ്യം ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. 31 വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഫെർട്ടിഗേഷൻ. 32 മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. 33 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ശരിയല്ലാത്തത്, കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ എന്നുള്ളത് തെറ്റാണ് അല്ലെ. ബാക്കിയൊക്കെ ശരിയാണ്. എന്താ? നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. 34 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഏതായിരുന്നു? ഓപ്ഷൻ ബി അല്ലേ, ജീവിതം ഒരു പെൻറ്റുലം എന്നുള്ളതാണ്. 35ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നതെന്ന്? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പറഞ്ഞു. ഏതായിരുന്നു? ചെറുധാന്യ വർഷം അല്ലെങ്കിൽ മില്ലറ്റ് വർഷമാണ്. 36 പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം അല്ലെ. ഏതൊക്കെയായിരിക്കും? 1 മുതിരംപുഴ, പെരുഞ്ചാംകുട്ടിയാറ്, കട്ടപ്പനയാറ് കേട്ടോ. ഇത് 3 1, 2, 4 പെരിയാറിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 1, 2, 4 അല്ലേ. അങ്ങനെ ഓപ്ഷൻ സി ആണ്, 1, 2, 4. 37ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയെ ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് വന്യജീവി സങ്കേതങ്ങളുടെ ജില്ലയുണ്ട് അല്ലേ. നെയ്യാർ എവിടെയാ? തിരുവനന്തപുരത്താണ്. ചെന്തുരുണി കൊല്ലമാണ്. കരിമ്പുഴ മലപ്പുറമാണ്. കൊട്ടിയൂർ കണ്ണൂരാണ് അല്ലേ. അപ്പം 1, 1, 2, 2, 3, 3, 4, 4 അല്ലേ. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? 1, 1, 2, 2, 3, 3, 4 അല്ലേ. ഓപ്ഷൻ എ നോക്കിയേ, ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 38ാമത്തെ ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിഗോ, ഡോക്ടർ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? എന്തിനാ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ സി ആണ്, mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ്. 39ാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തണം അല്ലേ. നോക്കാം.
കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം, ശരിയാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്. 1978 നിലവിൽ വന്നു. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നില്ല. അപ്പൊ 4 മാത്രമാണ് ഇതിൽ തെറ്റായ പ്രസ്താവന. 40ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാ? പോത്തുകൽ അല്ലെ, ഓപ്ഷൻ എ പോത്തുകൽ. 41 തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വേമ്പനാട്ട് കായലിലാണ് ഇത് തണ്ണീർമുക്കം ബണ്ട്. 42ാമത്തെ ചോദ്യം, മുതിരമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. മുതിരമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുത നിലയങ്ങൾ അല്ലേ, ഓക്കെ. പള്ളിവാസൽ, ചെങ്കുളം. പള്ളിവാസലും ചെങ്കുളവും എവിടെയാണ്? മുതിരമ്പുഴയിലാണ്. പെരിങ്ങൽകുത്ത്, പന്നിയാറ് തെറ്റാണ്. ശബരിഗിരിയൊക്കെ പമ്പയിലാണ്. കല്ലടയൊക്കെ കൊല്ലം ജില്ലയിൽ അല്ലേ. അപ്പോൾ ഏത് മാത്രമേ ഉള്ളൂ? പള്ളിവാസലും ചെങ്കുളവും മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ്, 1 മാത്രം. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേകതകൾ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായത് മാത്രം മതിയേ. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്, ശരിയാണ്. സഹ്യപർവ്വത നിരയുടെ ഭാഗം തെറ്റല്ലേ. റബ്ബർ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നത് തീരപ്രദേശത്തോ? ഒരിക്കലും അല്ലല്ലേ. അപ്പോൾ അതും എന്താണ്? തെറ്റാണ്. 3ാമത്തെ എന്താ? സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശമാണ് തീരപ്രദേശം, അതും തെറ്റല്ലേ. അപ്പോൾ ഓപ്ഷൻ സി 1 മാത്രമേ ഇതിൽ ശരിയുള്ളൂ. 44ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, തമിഴ്നാട് അല്ലെ. ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാട്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ ജോഡി ഏതാന്ന് കണ്ടെത്തണം അല്ലേ. കത്തിയാർ പീഠഭൂമിയാണോ? സുന്ദർബൻ ഡെൽറ്റയാണ്. അത് നമുക്കറിയാം അല്ലേ, അത് മാത്രം അറിഞ്ഞാൽ കിട്ടൂല്ലേ. സുന്ദർബൻ എന്താണ്? ഡെൽറ്റയാണ്. 46ാമത്തെ ചോദ്യം, ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? COP28 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? കാലാവസ്ഥയുമായി അല്ലേ. കാലാവസ്ഥ സമ്മേളനം, കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ് ഇത് COP28 എന്നൊക്കെ പോലെ കോപ്പ് സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. 47ാമത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാ? മൗലിക കർത്തവ്യങ്ങൾ എത്രയാ? 11 എണ്ണമാണ്. 48 കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിച്ചത്? ഏതൊക്കെയായിരുന്നു? തിരൂർ ടു ബേപ്പൂർ അല്ലെ. ബേപ്പൂർ ടു തിരൂർ അല്ലെങ്കിൽ തിരൂർ ടു ബേപ്പൂരാണ്. 49ാമത്തെ ചോദ്യം, ലാക്ടോമീറ്റർ താഴെ പറയുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? പാലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 50ാമത്തെ ചോദ്യം, UK, ഇന്ത്യ, കെനിയ എന്നീ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഏതൊക്കെ രാജ്യങ്ങളാ? UK, ഇന്ത്യ, കെനിയ. എന്താ പ്രത്യേകത? 3ഉം കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. 51ാമത്തെ ചോദ്യം, വാതകങ്ങളിൽ പെടാത്തത് ഏതാണ്? ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് അല്ലേ. ഏതാ? നൈട്രജൻ എന്തല്ല ഹരിതഗൃഹവാതകമല്ല. നൈട്രസ് ഓക്സൈഡ് ആണെന്ത്? ഹരിതഗൃഹവാതകം. മീഥെയിന്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് ഒക്കെ എന്താ? ഹരിതഗൃഹവാതകങ്ങളാണ്. 52 INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? ഇന്റർനാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി കേട്ടോ തന്നിരിക്കുന്നതിൽ. 53 അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകമാണ് വൈറ്റമിൻ ഡി അല്ലേ. അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗവും ഏതാന്ന് കണ്ടെത്തുക. ഡിയും വേണം. റിക്കറ്റ്സ് അല്ലെ. ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത്. 54ാമത്തെ ചോദ്യം, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാ? നെല്ല് കൃഷി അല്ലെ. നെല്ല് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 55ാമത്തെ ചോദ്യം, കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഏത്? പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം. 56ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരി മാത്രം കണ്ടെത്തിയാൽ മതി കേട്ടോ. നോക്കിയാലോ. 1, മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. ശരിയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. SRT അല്ലെ. ഇതൊക്കെ മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ശരിയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും അല്ലേ. സെറ്റാണ് കേട്ടോ. അപ്പോൾ ഏത് മാത്രം ശരിയുള്ളൂ? 1, 2, 3 ശരിയായിട്ടുള്ളത്. 4ാമത്തത് തെറ്റാണ്. 1, 2, 3 ശരി, 4 തെറ്റ്. ഓപ്ഷൻ എ. 57ാമത്തെ ചോദ്യം, കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലെ. കോഴിക്കോട് ജില്ലയിലാണ്. 58 പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഉറുമ്പ് പൊടി എന്നുള്ളതാണ്. 59ാമത്തെ ചോദ്യം, വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികളിൽ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ്, എയറോപോണിക്സ് എന്നാണ്.
60 ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസം ഏതാന്ന് കണ്ടെത്തണം. ഏതാ? ഓപ്ഷൻ ബി ആണ്, പ്രകീർണനമാണ്. 61 ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായത് മാത്രം. 1 ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നുണ്ട്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നുണ്ട്. തെറ്റാട്ടോ, കാണപ്പെടുന്നില്ല. പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ശരിയാണ്. 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 62ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഓപ്ഷൻ എ ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്. 63 ഇരുമ്പിന്റെ അയിര് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇരുമ്പിന്റെ അയിര് ഏതാ? ഹെമറ്റൈറ്റ് ആണ് അല്ലേ. ഇനി 64 പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടിക്ക് താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാണ്? പാരപ്പെറ്റിൽ വഹിച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റമാണ് ഓപ്ഷൻ സി ആണ് അല്ലേ. ഗതികോർജം വർദ്ധിക്കും, സ്ഥിതികോർജം കുറയുകയും ചെയ്യുന്നു. 65ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ഒഡീഷ കേട്ടോ. മഹേന്ദ്രഗിരി എന്ന് പറയുന്ന മലനിര എവിടെയാ? ഒഡീഷയിലാണ്. 66 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സ്പെയിൻ ആട്ടോ. സ്പെയിനാണ്. 67ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ വിസർജന അവയവം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ വിസർജന അവയവം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹൃദയമാണ്. 68ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? തന്നിരിക്കുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ ആണ്, എയ്ഡ്സ് അല്ലെ. HIV വൈറസ് അല്ലേ കാരണം. 69 പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ടിട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ് കണ്ടെത്തുക? ഓപ്ഷൻ ഡി ആണ്, എംഫിസിമ. ഇത് ഞാൻ പറയുന്നത് PSCയുടെ ആൻസർ കീയാണ്, എൻ്റെതല്ലേ. 70ാമത്തെ ചോദ്യം, നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എൽസ അല്ലെ. എൽസയാണ്. 71ാമത്തെ ചോദ്യം, 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 2023 പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. 72 ദഹനഫലമായിട്ട് പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘു ഘടകം ഏതാണ്? ദഹനഫലമായിട്ട് പ്രോട്ടീൻ വിഘടിച്ചിട്ടുണ്ടാകുന്ന ലഘു ഘടകം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, അമിനോ ആസിഡ് ആണ്. 73 കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അറ്റ്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മ ജീവി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഫംഗസ് കേട്ടോ. ഓപ്ഷൻ ബി, ഫംഗസ്. 74ാമത്തെ ചോദ്യം, പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ്? ഓപ്ഷൻ എ ആണ്, ഇൻസുലിൻ അല്ലെ. ഇൻസുലിനാണ്. 75 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ്. ഓപ്ഷൻ സി ആണ്, ആരോഗ്യ കിരണം. 76ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായിട്ട് പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, കക്കോടി, കോഴിക്കോട്. 77ാമത്തെ ചോദ്യം, 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. 78ാമത്തെ ചോദ്യം, ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പെരികാർഡിയം. ഹൃദയത്തെ പൊതിയുന്നു. 79 ക്ഷയരോഗബാധ തടയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. BCG ക്ഷയത്തെ ബാധിക്കും അല്ലെ. ക്ഷയത്തിന് എതിരെയുള്ളതാണ് ഇത്, BCG. 80ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തിരുവനന്തപുരം അല്ലെ. പറോട്ടുകോണം എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ലാഹോർ കോൺഗ്രസ് സമ്മേളനം. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നിസ്സഹകരണ സമരം. 3 ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ്? ഓപ്ഷൻ സി ആണ്, സുഭാഷ് ചന്ദ്രബോസ്.
നാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ആരായിരുന്നു വ്യക്തി? ഓപ്ഷൻ ഡി ആണ് ഖാൻ അബ്ദുൽ ഗഫർ ഖാന്. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലകൻ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവായിരുന്നു. ആറാമത്തെ ചോദ്യം, സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് 44-ാം ഭേദഗതിയാണ്. ഏഴാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ചോദിച്ചാൽ ഏതായിരിക്കും? ഹൈക്കോടതി അല്ലെ. സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ കോടതി ഹൈക്കോടതി. എട്ടാമത്തെ ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഡോക്ടർ BR അംബേദ്കർ. ഒൻപതാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഏത്? നമ്മുടെ ഇന്ത്യ. പത്താമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് അല്ലെ. ഓപ്ഷൻ ഡി ആണ് മൗലിക അവകാശങ്ങൾ എവിടെയല്ല? ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നില്ല. 11, കൈസർ-ഇ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം. അതായത് ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 12ാമത്തെ ചോദ്യം, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, ശ്രീനാരായണ ഗുരുവാണ്. 13, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ് അയ്യപ്പനാണ്. 14, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് തോമസ് ഹാവേ ബാബർ ആണ്. 15ാമത്തെ ചോദ്യം, അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ആണ് പുന്നപ്ര വയലാർ സമരം. 16, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നമ്മൾ പറഞ്ഞായിരുന്നു, ആരായിരുന്നു? നിധിൻ ജാംതർ ആണ് അല്ലെ. 17ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഓപ്ഷൻ സി ആണ് തൃശ്ശൂരാണ്. 18, ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പഠിച്ചവരായിരുന്നു, VP മേനോനാണ്. 19ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതായിരുന്നു? തന്നിരിക്കുന്നതിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് പുതുച്ചേരിയാണ് അല്ലെ, പുതുച്ചേരി. ഗോവയും ദാമന്തിയൊക്കെ ഏതിന്റെ ആയിരുന്നു? പോർച്ചുഗലിന്റെ അല്ലെ. 20, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായ മലയാളി ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി ഓപ്ഷൻ ഡി ആണ് സർദാർ KM പണിക്കർ. 21, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് ജർമ്മനി അല്ലെ. റൂർക്കേല എവിടെയാ? ഒഡീഷയിലാണ്. സഹായം നൽകിയത് ജർമ്മനിയാണ്. 22, ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് എന്താ? മംഗൾയാൻ അല്ലെ, മംഗൾയാൻ. 23ാമത്തെ ചോദ്യം, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? 2024 G20 ഉച്ചകോടി നടന്ന രാജ്യം ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണല്ലേ, ബ്രസീലിലായിരുന്നു. 24, ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓപ്ഷൻ ബി അല്ലെ, പ്രഗ്യാൻ അല്ലെ. റോവർ പ്രഗ്യാനാണ്, ലാൻഡർ വിക്രമാണ്. 25ാമത്തെ ചോദ്യം, ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്. 1, ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാ? ഹിമാദ്രിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലാണോ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്? അല്ലല്ലേ, എവിടെയാ? നേപ്പാളിലാണ്. അപ്പൊ തെറ്റാണ്. 2, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 26ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നു. 7 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ അതിർത്തി പങ്കിടുന്നുണ്ടല്ലേ. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. അതായത് 7 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ അതിർത്തി പങ്കിടുന്നു പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ അത് കരാതിർത്തിയാണ്. മൊത്തം 9 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കരാതിർത്തി പങ്കിടുന്നുണ്ട്. പക്ഷെ ഇത് ശരിയായിട്ടോ കൊടുത്തത്. 2, ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. അതും എന്താണ്? ശരിയാണ്. PSCയുടെ ആൻസർ പ്രകാരം എല്ലാം ശരിയാട്ടോ. ഫസ്റ്റത്തേതിൽ ചെറിയ ഡൗട്ട് ഉണ്ട്, പക്ഷെങ്കിൽ PSC അത് ശരിയായിട്ട് കൊടുത്തു. 27ാമത്തെ ചോദ്യം,
ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്ന് കണ്ടെത്തുക. 1. പടിഞ്ഞാറൻ തീരസമുദ്രം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച് തെറ്റായതല്ലേ? പടിഞ്ഞാറൻ തീരസമുദ്രം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്. 2. പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരം, തെറ്റാണ്. പൂർവ്വ തീരം അല്ലെങ്കിൽ കിഴക്കൻ തീരവുമായി ബന്ധപ്പെട്ടതാണ് ഇത് കോറമണ്ടൽ. ഈ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമുദ്രം. കന്യാകുമാരി മുതൽ സുന്ദർബന എവിടെയാ? പശ്ചിമ ബംഗാൾ. അപ്പോൾ അത് ശരിയല്ലേ? കിഴക്കൻ തീരസമുദ്രം. 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. സോറി, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? തെറ്റായ പ്രസ്താവന ഏതാണെന്നല്ലേ അല്ലേ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഓപ്ഷൻ ബി ഇല്ലേ, 2 മാത്രമല്ലേ തെറ്റുള്ളൂ. ക്വസ്റ്റ്യനിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞത്. 28ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ചിട്ട് ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം അല്ലേ? 1. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി, ശരിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. ദേശീയ ഗീതം വന്ദേ മാതരം അല്ലേ? ഗാനമാണ് ജനഗണമന. ഇവിടെ എന്താ പറയുന്നത്? ശരിയായത് അല്ലേ? അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 29ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അയോധ്യ നഗരം സരയു ശരിയാണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹുഗ്ലി നദീതീരത്താണ്. 3 പ്രസ്താവനകളും ശരിയാണ്. 20ാമത്തെ ചോദ്യം, കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരി അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകുളം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യകുളം, തെറ്റ്. ആനമുടിയല്ലേ? 3ാമത്, കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്, ശരിയല്ലേ? 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. നമ്മളോട് പറഞ്ഞത് തെറ്റാണ്, തെറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. 31, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാബാർ, ശരിയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ, തെറ്റല്ലേ? പെരിങ്ങൽകുത്ത് പെരിയാറിലല്ല. ഏറ്റവും നീളമുള്ള നദികൾ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്ക് റൈറ്റ്, അത് ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത്. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ, തെറ്റല്ലേ? വേമ്പനാട്ട് കായൽ, അപ്പോൾ തെറ്റ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു, ഇസ് റൈറ്റ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇതിലും ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നമ്മളോട് പറഞ്ഞത് തെറ്റാണ്. എന്താ ചെയ്യാം? എന്താ പറഞ്ഞത്? ഓപ്ഷൻ ബി അല്ലേ? 2 മാത്രമാണ് ഇതിൽ തെറ്റ് അല്ലേ? ശരിയല്ലാത്തല്ലേ ഏതാ പറഞ്ഞേ? 33, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്ന് കണ്ടെത്തുക. കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി. താഴെ പറയുന്ന പ്രസ്താവന ശരിയായത്. ശരി. കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. കൊല്ലം, വയനാട് ആ ഭാഗത്ത് അല്ലേ? നോർത്തിലാണുള്ളത്. ഇതെങ്ങനെയാ? കൊല്ലം താഴത്തല്ലേ? അപ്പോൾ തെറ്റ്. 2, വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്, ശരി. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം, ശരി. 2ഉം 3ഉമാണ് ശരി. നമ്മളോട് പറഞ്ഞത് ഏതാ? ശരി തന്നെയാ അല്ലേ? അപ്പോൾ ശരിയായത് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 34ാമത്തെ ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര കൊല്ലമാണ്, ഇപ്പൊ തെറ്റാണിത്. 2, അഴീക്കൽ കണ്ണൂർ ശരിയല്ലേ അല്ലെ? അഴീക്കൽ കണ്ണൂർ ശരിയാണ്. പൊന്നാനി മലപ്പുറത്താണ്. കായംകുളം എറണാകുളം. കായംകുളം ആലപ്പുഴയല്ലേ? അപ്പൊ നമ്മളോട് ഇതാ പറഞ്ഞിരിക്കുന്നത് ശരിയായ രീതിയിൽ നടക്കുമ്പോൾ 2ഉം 3ഉം. ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം. 35ാമത്തെ ചോദ്യം, കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ സംബന്ധിച്ചിട്ട് ശരിയായത്. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. ജലം തന്നെയാണ്, ശരിയാ. 2, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, അതും ശരിയാ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അപ്പോൾ അതും ശരിയല്ലേ? 3 പ്രസ്താവനകൾ എന്താ? ശരിയല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 36ാമത്തെ ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ശരിയല്ലേ? ശരിയായത് കേട്ടോ, ശരിയായത്. 1, കരിമ്പുഴ മലപ്പുറം, ശരിയാണ്. ചിമ്മിണി പാലക്കാടല്ല, തൃശ്ശൂരല്ലേ? ചെന്തുരുണി കൊല്ലം, ശരിയാണ്. ചൂളന്നൂർ തൃശ്ശൂർ, പാലക്കാടാ, അപ്പോൾ തെറ്റാ. അപ്പോൾ ഏതൊക്കെ ശരിയുള്ളൂ? 1ഉം 3ഉം മാത്രമേ ശരിയുള്ളൂ. ശരിയാണോ പറഞ്ഞത്? ശരിയാണല്ലേ? അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്.
37 സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റാണ് വേണ്ട കേട്ടോ. തെറ്റ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ശരിയാണ്. ചിവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നു. ശരിയാണ്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റല്ലേ? എവിടെയാ? പാലക്കാടല്ലേ? നമ്മളോട് ഏതാ പറഞ്ഞ തെറ്റായതല്ലേ? അപ്പം 3 മാത്രം. ഓപ്ഷൻ സി ആണ് 3 മാത്രം. 38ാമത്തെ ചോദ്യം, കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കേട്ടോ. ശരി. കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് GV രാജ അല്ലെങ്കിൽ ഗോദവർമ്മ രാജ. ഇസ് റൈറ്റ്. 2 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷയും റെഡ്ഡി. ഇന്ത്യക്ക് വേണ്ടിയിട്ട് യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ്. അതും ശരിയല്ലേ? 1, 2, 3 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 39 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റ്. അടിവരയിട്ടേക്കാം. തെറ്റായ പ്രസ്താവന. ഒന്നാമത്തെ എന്താ? കേരള നിയമസഭ 1992 പഞ്ചായത്ത് നിയമം പാസാക്കി. തെറ്റല്ലേ? 93 2 കേരളത്തിൽ 94 കേട്ടോ. കേരളത്തിൽ 941 പഞ്ചായത്തുകൾ 941 ഗ്രാമപഞ്ചായത്തുകൾ 152 ബ്ലോക്ക് പഞ്ചായത്തും ശരി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, അതും ശരിയാണ്. അപ്പൊ 2, 3 മാത്രമേ ശരിയുള്ളൂ. നമ്മളോട് പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ 1 മാത്രം. ഓപ്ഷൻ ഡി ആണ് 1 മാത്രം. ഇനി ഏതാ? അടുത്ത 40ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. സ്പീക്കർ N ഷംസീർ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തെറ്റ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നമ്മളോട് പറഞ്ഞത് തെറ്റാണ്. തെറ്റ്. അപ്പൊ 2 മാത്രം. ഓപ്ഷൻ സി ആണ് 2 മാത്രം. 41ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. 42 കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. തെറ്റാണ്. അടിവരയിട്ടേക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. തെറ്റ്. ശരിയല്ലേ? 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിന്റെ മീശ എന്ന നോവലിനാണ്. 2023 അല്ല, നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2023 ഹരീഷിനല്ലല്ലോ ലഭിച്ചത്. 2022 ഓടക്കുൽ അവാർഡ് അംബികാസുധൻ മാങ്ങാടിന് ലഭിച്ചു. അതും ശരിയാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ 2 മാത്രം. ഓപ്ഷൻ ബി ആണ് 2 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. 2023 വയലാർ അവാർഡ് ആയിരിക്കായിരുന്നു? ശ്രീകുമാരൻ തമ്പിക്കല്ലേ? ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കല്ലേ? അപ്പോൾ തെറ്റാം. ഇനി 43 ചാന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ചാന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് അല്ലേ? 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ശരിയാണ്. ISRO ചെയർമാൻ മോഹൻ കുമാർ. തെറ്റാണ്. ചാന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. മൊത്തം ചിലവ് 615 കോടി രൂപയും ശരിയാണ്. 1, 3, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെ? 1, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത്. 44ാമത്തെ ചോദ്യം, കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? ഏതാണോ? ഓപ്ഷൻ ബി അല്ലേ? മോഹിനിയാട്ടമാണ്. 45 അമ്മ എന്ന നോവൽ എഴുതിയതാരാ? മാക്സിം ഗോർക്കി. ഓപ്ഷൻ ആണ് മാക്സിം ഗോർക്കി. 46 ക്യാൻസൽ ആണ്. 47ാമത്തെ ചോദ്യം, ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ലോക്പാൽ ആണ്. 48 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ധനഞ്ജയ Y യശ്വന്ത ചന്ദ്രചൂഡ് അല്ലേ? 49 ക്യാൻസൽ. 50ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഇത് ഹോക്കി അല്ലേ? 2ാമത്തെ ക്വസ്റ്റ്യനിൽ ഇതന്നെ. 51 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു നേതൃത്വം നൽകിയത്? ഓപ്ഷൻ ബി ആണല്ലേ? ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. 52 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കായിരുന്നു? ഓപ്ഷൻ എ ആണ് ക്ലൗഡിയ ഗോൾഡിൻ അല്ലെ? ക്ലൗഡിയ ഗോൾഡിൻ. 53 അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തമാണ് ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ്. 54 ഒരു അസ്ഥി മറ്റൊന്നിൽ 2 ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാ? ഓപ്ഷൻ സി ആണ് വിജാഗിരി സന്ധി അല്ലേ? 55 സി ആകൃതിയുടെ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം ഏതാ? ഓപ്ഷൻ സി ആണ് ട്രക്കിയ കേട്ടോ. ഓപ്ഷൻ സി ട്രക്കിയ. 56ാമത്തെ ചോദ്യം, ജീവി ശാസ്ത്രനാമം ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു.
ശരിയായതൊന്ന് പൂച്ച ഫെമിലിസ് ഡൊമസ്റ്റിക്ക ശരിയാണ്. അതേപോലെ കാക്ക കോർവസ് സ്പ്ലെൻഡൻസ് അതും ശരിയാട്ടോ. 1, 3 മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. മയില് പാവോ ക്രിസ്റ്റസ്, അവിടെ കൊടുത്തിരിക്കുന്നത് കോർവസ് ക്രിസ്റ്റസ് അല്ലേ. ഇനി 57ാമത്തെ ചോദ്യം, ജീവികളും ഹൃദയത്തിന്റെ അറകളും ഇതിൽ ശരിയായ ജോഡികൾ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ. ഒന്നാമത്തെ എന്താ, പാറ്റക്ക് എത്ര ഏറ്റവും കൂടുതൽ പാറ്റക്കല്ലേ ഇതിൽ തന്നിരിക്കുന്നതിൽ 13. A3 വരുന്ന ഏതേ ഉള്ളൂ, ഓപ്ഷൻ C മാത്രമേ ഉള്ളൂ A3 വരുന്നത്. 58ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? ഏതാ, ഓപ്ഷൻ D ആണ് 2023. 59ാമത്തെ ചോദ്യം, സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതാണ്? സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഓപ്ഷൻ D ആണ്, ഹരിതയാണ്. 60ാമത്തെ ചോദ്യം, ഭാരത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ഭാരത്തിന്റെ SI യൂണിറ്റ് ഓപ്ഷൻ C ആണ്, ന്യൂട്ടൺ. 61 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ്? എത്രയാ? ഓപ്ഷൻ A ആണ്, 4 ഡയോപ്റ്റർ. 62 ക്യാൻസൽ ആയിരുന്നു. 63 ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാ? 746 വാട്ട് അല്ലെ, 746 വാട്ട്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ A ആണ് അല്ലെ, ഹെൻറി കാവൻഡിഷ്. 65 നിലവിലെ ISROയുടെ ചെയർമാൻ ഓപ്ഷൻ B ആണല്ലേ, ഡോക്ടർ എസ് സോമനാഥ്. 66 ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്താണ്? ഓപ്ഷൻ B ആണ്, പ്രഗ്യാൻ. 67 സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്തായിരുന്നു? ഓപ്ഷൻ A ആണ്, അമൃതം ആരോഗ്യം. 68 വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. ചിക്കൻ പോക്സ് കോളറ വായുവിലൂടെ പകരൂലല്ലോ. കോളറ ചിക്കൻ ഗുനിയ തെറ്റാണ്. ക്ഷയം ചിക്കൻ പോക്സ് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. മന്തും ചിക്കൻ ഗുനിയ എങ്ങനെയില്ല, നമ്മൾ പറഞ്ഞത് എന്താ, വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ശരിയായത് അല്ലേ. അപ്പം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയുള്ളൂ? ക്ഷയം ചിക്കൻ പോക്സ് എന്നുള്ള ഓപ്ഷനേ ശരിയുള്ളൂ. അപ്പം 3 മാത്രം, ഓപ്ഷൻ D ആണ്, 3 മാത്രം. 69 സീറോ ഓഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സീറോ ഓഫ്താൽമിയ ഏതാ? നമുക്കറിയാം, വൈറ്റമിൻ എയുടെ അഭാവം ഉണ്ടാകുന്ന രോഗമാണ്. 70 കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആയുഷ്മാൻ മന്ത്രാലയം രൂപീകരിച്ചതെന്നാണ്? കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ A ആണ്, 2014 നവംബർ 9. 71 ഗ്ലൂക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലൂക്കോമ കണ്ണ്. 72 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ്? സ്വാമിനാഥൻ അന്തരിച്ചതെന്നായിരുന്നു 2023 സെപ്റ്റംബർ 28 2023 സെപ്റ്റംബർ 28. 73ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗമല്ലാത്തത് ഏതാണ്? എലിപ്പനി അല്ലേ. പനികളെല്ലാം വൈറസാണ്, എലിപ്പനി മാത്രം ബാക്ടീരിയ. 74 താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ D ആണ്, മലേറിയ. 75ാമത്തെ ചോദ്യം, മാനസിക രോഗവിമുക്തമായവരുടെ പുനരധിവാസത്തിനായിട്ടുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താ? ഓപ്ഷൻ B ആണ്, സ്നേഹക്കൂട്. 76 കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത് എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്കയിലാണ്. 77ാമത്തെ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ശ്വാസകോശ രോഗം അല്ലാത്തത് ഏതാണ് തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലേ, നെഫ്രൈറ്റിസ്. 78 ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരായിരുന്നു മാതൃജ്യോതി എന്നത്. 79 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാ? ഓപ്ഷൻ A ആണ്, ത്വക്കാണ് അല്ലേ. 80 ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. എലിപ്പനി ഫംഗസ് അല്ല, ബാക്ടീരിയ ആണ്. ക്ഷയം ബാക്ടീരിയ ഇസ് റൈറ്റ്. വട്ടച്ചൊറി പ്രോട്ടോസോവ ശരിയാണോ? തെറ്റല്ലേ, പ്രോട്ടോസോവ അല്ലല്ലോ വട്ടച്ചൊറി. നിപ്പ വൈറസ് ആണ് അല്ലേ. അപ്പോൾ 2ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ D ആണ്, 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഓപ്ഷൻ D ആണ് അല്ലേ, U ഷറഫ് അലി. 2ാമത്തെ ചോദ്യം, ചാന്ദ്രയാൻ 3 ലാൻഡറിന്റെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തത്? ഓപ്ഷൻ B ആണ്, ഷെയ്പ്പ്. 3ാമത്തെ ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാം?
2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? ഓപ്ഷൻ സി ആണ്, പി വത്സല കേട്ടോ. അവർ മരിച്ചതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത്. 4-ാം ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. സേതുവിന്റെ കൃതികളിൽ ഉൾപ്പെടാത്തതാണ് ഓപ്ഷൻ സി ആണ്, നിഴലുറങ്ങുന്ന വഴികൾ. 6-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ഓഗസ്റ്റ് 23. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ. ഇനി കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആര്? സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ. 10-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്. ഒന്ന്, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു. ശരിയാണ്, നമ്മൾ ഉൾപ്പെടാത്തതാണ് വേണ്ടത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ശരിയാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. ഇതാരാ പറഞ്ഞത്? ഗുരു അല്ലേ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ശരിയല്ലേ. നമ്മളോട് പറഞ്ഞത് ഉൾപ്പെടാത്തത്. അപ്പൊ തെറ്റ് ഏതാ? 3 മാത്രം. ഓപ്ഷൻ എ ആണ്. 11-ാമത്തെ ചോദ്യം, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ചോദിച്ചാൽ ഏതാണ്? നമ്മൾ ഓപ്ഷൻ ഡി ആണല്ലേ, ഗോദാവരിയാണ്. 12, പടിഞ്ഞാറൻ തീര സമതലവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന കേട്ടോ. തെറ്റായത്, ബന്ധമില്ലാത്തത്. ആദ്യം അടിവരെ ഇട്ടേക്കണം, ബന്ധമില്ലാത്ത പ്രസ്താവന. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു പടിഞ്ഞാറൻ തീര സമതലം, അതായത് നമ്മളൊക്കെയുള്ള സൈഡ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട് അല്ലെ. ശരിയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഇല്ല, അത് കിഴക്കൻ തീരത്താട്ടോ. ഡെൽറ്റ രൂപീകരണം എവിടെയാ? കിഴക്കൻ തീരത്ത്. അപ്പോൾ തെറ്റാ. താരതമ്യേന വീതി കൂടുതലാണ്. തെറ്റാണ്, അതും കിഴക്കൻ തീര. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ട്. അത് ശരിയാ. 1ഉം 4ഉമാണ് ശരിയായത്. നമ്മളോട് പറഞ്ഞത് ശരിയല്ലാത്തത്. അപ്പം 2ഉം 3ഉം ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ഇതിൽ ആൻസർ വരും അല്ലെ. 13-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് ഓപ്ഷൻ എ ആണ്, 1853. കേരളത്തിലാണെങ്കിൽ 1861. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഓപ്ഷൻ ഡി ആണ്, ജാരിയ. 15-ാമത്തെ ചോദ്യം, 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ, ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് റൂർക്കേല കേട്ടോ. റൂർക്കേല ഒഡീഷ, ജർമ്മനി അല്ലേ. 16, കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് കേട്ടോ. 17-ാമത്തെ ചോദ്യം, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഏതാ ദേശീയ ജലപാത? 3. ഇന്ത്യയുമായിട്ട് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാ? വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ ഏതായിരിക്കും? അഫ്ഗാനിസ്ഥാൻ. ഏതല്ലേ? അഫ്ഗാനിസ്ഥാൻ കേട്ടോ. ഓപ്ഷൻ സി, അഫ്ഗാനിസ്ഥാൻ. 90, യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. യങ് ഇന്ത്യ ആരാ? യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ഓപ്ഷനിലെ ഗാന്ധിജിയുടെ പത്രമല്ലേ യങ് ഇന്ത്യ. 20, പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? പുനഃസ്ഥാപന ശേഷിയുണ്ട്. ശരിയാണ്. ചെലവ് കുറവാണ്. ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. തെറ്റാണ്. 21-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? എവിടെയാ? ഓപ്ഷൻ സി ആണല്ലേ, ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 22, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയാ? ഭാഗം 4A ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചത് ഓപ്ഷൻ എ ആണ്, രവീന്ദ്രനാഥ ടാഗോർ. 24, ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ഓപ്ഷൻ എ ആണ്, കൽക്കത്ത സമ്മേളനത്തിൽ. 25, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, 3:2 ആണ്.
26ാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി ആണ് 1993 ഒക്ടോബർ 12. 27 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, 12 ഒക്ടോബർ 2005. 28ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാ? ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ 21. 29ാമത്തെ ചോദ്യം ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ദേവനാഗിരി. 30 താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാ? ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ അല്ലെ. 31ാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ്. ഓപ്ഷൻ സി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. 32ാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാം? ഓപ്ഷൻ എ ആണ് രാമനമ്പിയാണ്. 33ാമത്തെ ചോദ്യം ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആയിരുന്നു ആര്? ഓപ്ഷൻ ഡി ആണ് രാജാ റാം മോഹൻ റോയ്. 34ാമത്തെ ചോദ്യം 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? ഒന്നുമില്ല, 2023 G20 വഹിച്ചത് ഇന്ത്യ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 2024 അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഏത് രാജ്യമായിരുന്നു? ഓപ്ഷൻ ബി ആണല്ലേ, ബ്രസീൽ അല്ലെ. ഏതാ? ബ്രസീൽ. 35ാമത്തെ ചോദ്യം അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ടുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയായിരുന്നു ഏത്? വിശ്വഭാരതി സർവകലാശാല. 36 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ് 1919. 37ാമത്തെ ചോദ്യം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി ആണ് ദാദാഭായ് നവറോജി. 38 സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. 39 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ബക്രാനംഗ് അല്ലെ. ഏത് നദിയില? സത്ലജില്. 40ാമത്തെ ചോദ്യം ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേര് എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ് റൗലറ്റ് ആക്ട് ആണ്. 41 കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിൽ ആനമുടി? ഓപ്ഷൻ സി ആണല്ലേ, ഇടുക്കി ജില്ലയിലാണ്. 42 രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് ആര്? PT ഉഷ. 43 കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ് 2017. 44 കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ചോദിച്ചാൽ കബനി, ഭവാനി, പാമ്പാർ. ഇതിലുള്ള ഏതാ? പാമ്പാർ. 45ാമത്തെ ചോദ്യം പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഓപ്ഷൻ സി ആണ് ഭാരതപ്പുഴ. 46 2022 മികച്ച പിന്നണി ഗായികക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് നഞ്ചിയമ്മ. 47 കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. 48 വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് ഏത്? ഇരവികുളം. 49 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാ? വേമ്പനാട്ട് കായൽ. 50ാമത്തെ ചോദ്യം കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് നെയ്യാറ്റിങ്കര താലൂക്കിൽ. 51 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ച സാധുജന പരിപാലന സംഘം അയ്യങ്കാളി അല്ലെ, അയ്യങ്കാളിയാണ്. 52ാമത്തെ ചോദ്യം 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി ആണ് അരുവിപ്പുറത്താണ്. 53 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? സംഘടിതമാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ആറ്റിങ്ങൽ കലാപം. 54 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ എ ആണ് 1924. 55ാമത്തെ ചോദ്യം ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് അരയ സമാജം.
56 കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ഏതാണ്? കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ഓപ്ഷൻ ബി ആണ്, ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 57 പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ക്ലാപ്പൻ അല്ലെ, കെ കേളപ്പൻ. 58 കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ്, നെടുങ്ങാടി ബാങ്ക്. 59 2024 നടന്ന ഒളിമ്പിക്സിന് വേദിയായ നഗരമായിരുന്നു ഏത്? ഓപ്ഷൻ എ ആണ്, പാരീസ്, ഫ്രാൻസിൽ പാരീസ്. 60ാമത്തെ ചോദ്യം, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ്? ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. 61 മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമേറിയ വസ്തുവായ പല്ലിലെ ഇനാമൽ അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാ? ഇത് PSC ക്യാൻസൽ ചെയ്തു, എനിക്ക് തോന്നുന്നു ലാക്റ്റിക് ആസിഡ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ക്യാൻസൽ ചെയ്തത്. ബാക്ടീരിയ ഏതാ? ലാക്റ്റിക് അല്ലേ. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ എന്തായാലും. 62ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജീവങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന അല്ലെ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. ശരിയാണ്. 2 നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ. മോണ, ത്വക്ക്, പല്ല്, രക്തകോശം എന്നിവയുടെ ആരോഗ്യം സഹായിക്കുന്ന ജീവകം ബി. തെറ്റോ, തെറ്റായ പ്രസ്താവനയല്ലേ പറഞ്ഞ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അല്ലേ. 62 ഓപ്ഷൻ ബി ആണ്. 4 മാത്രം. 63ാമത്തെ ചോദ്യം, ബാക്ടീരിയകൾ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എങ്ങനെയാണ്? ഒരു ബാക്ടീരിയയിൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഓപ്ഷൻ ബി ആണ്, സമ്പർക്കം മുഖേന പകരുന്ന രോഗമാണ് കുഷ്ഠം. 64 കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കാനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേര്? ഓപ്ഷൻ എ ആണ്, സ്നേഹസ്പർശമാണ്. 65 രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, മോണോസൈറ്റും ന്യൂട്രോഫിലും. 66 പയറ് ചെടിയുടെ സങ്കര ഇനം ഏതാണ്? തന്നിരിക്കുന്നതിൽ പയറ് ചെടിയുടെ സങ്കര ഇനം ചോദിച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, ഭാഗ്യലക്ഷ്മി. 67 വനവിഭവം അല്ലാത്തത്. തന്നിരിക്കുന്നതിൽ വനവിഭവം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, മണ്ണെണ്ണ. 68 അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഓപ്ഷൻ എ ആണ്, സൾഫർ ഡൈ ഓക്സൈഡ്. 69 ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 70ാമത്തെ ചോദ്യം, ശുദ്ധജലത്തിന്റെ pH മൂല്യം. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാ? ഓപ്ഷൻ എ ആണ്, 7. 71 ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ സി ആണ്, റൂദർഫോർഡ്. 72 കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിര? ഓപ്ഷൻ ഡി ആണ്, സിങ്ക്. 73 ഉത്കൃഷ്ട വാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ്, 18. 74 താഴെ കൊടുത്തുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. 75 ഭക്ഷ്യവസ്തുക്കൾ ഏതിനൊക്കെ ഓക്സിജൻ ആവശ്യം നോക്കിയോ? ജ്വലനം, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട്, കൃത്രിമ ശ്വസനത്തിന് കേട്ടോ. 75 ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഓപ്ഷൻ ബി ആണ്, കാർമോയിസിൻ കേട്ടോ, കാർമോയിസിൻ. 76 ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാ? ഓപ്ഷൻ ബി ആണ്, ഭ്രമണചലനം. 77 ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ എ ആണ്, രാകേഷ് ശർമ്മ. 78 പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പാതക്കുണ്ടാകുന്ന വ്യതിയാനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, അപവർത്തനമാണ്. 79 ചുവടെ നൽകിയിരിക്കുന്നതിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്, ബാഷ്പീകരണം. അവസാനത്തെ ചോദ്യമാണ്, പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം. കാറ്റ് പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സാണ്. പെട്രോളും കൽക്കരിയും എന്താണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം.
അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, 4 ക്വസ്റ്റ്യൻ പേപ്പറിലും 80 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഏകദേശം 4×8 32 320ഓളം ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര റിപ്പീറ്റേഷൻ ഉണ്ട് അല്ലേ ക്വസ്റ്റ്യൻസ് തന്നെ. അപ്പോൾ നമ്മൾ PYക്ക് നോക്കുമ്പോൾ ഇത് വ്യത്യസ്ത എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തേക്കുന്നത്, എന്നിട്ട് തന്നെ ഇഷ്ടം പോലെ റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വരുന്ന എക്സാമുകളൊക്കെ എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ പരമാവധി എത്ര നിങ്ങൾ കൊണ്ട് പറ്റുമോ അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, PYക്ക് നിങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. കാരണം PYക്ക് എന്ന് പറയുന്നത് എന്താ, PSCയുടെ കയ്യിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, എക്സാമിന് മുമ്പായിട്ട് പരമാവധി എത്ര തീർക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ PYക്ക് തീർക്കുന്ന നിങ്ങൾക്ക് നന്നായിരിക്കും കേട്ടോ.